ഗുരുവായൂരുള്ള വിഗ്രഹം ശ്രീകൃഷ്ണനല്ല, അല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മളെല്ലാവരും പോകുന്നത് ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എനിക്ക് പോലും അവിടെ ചാർത്തുന്ന കളഭച്ചാർത്തില് ശ്രീകൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം ഏതൊരു ക്ഷേത്രത്തിലായാലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന, പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ചൈതന്യം എന്താണോ അതിനെയാണ് നമ്മൾ നോക്കിക്കാണാനോ അല്ലെങ്കിൽ ആരാധിക്കാനോ പോകുന്നത്. പക്ഷെ ഗുരുവായൂരമ്പലത്തിൽ മാത്രം അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ ഉണ്ണിക്കണ്ണനാണ്. എങ്ങനെയാണ് ഈ ഐഡന്റിറ്റി മാറുന്നത്? അതാണ് ചോദ്യം. അതിന് ഏറ്റവും സിമ്പിളായിട്ട് കൊടുക്കാവുന്ന ഒരു ഉത്തരമാണ് ഒരു ഭക്തന്റെ ഡിറ്റർമിനേഷൻ എന്നുള്ളതാണ്. ഒരു ഭക്തൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഐഡന്റിറ്റി മാറ്റാൻ പറ്റും. ആ വിചാരിച്ച ഭക്തന്റെ പേര് പൂന്താ എന്നാണ്. ഈ ഉണ്ണി മരിക്കുന്ന സമയത്ത് എനിക്കിനി ഗുരുവായൂരപ്പനാണ് ഉണ്ണി എന്ന് കണ്ട് അദ്ദേഹം വിളിക്കുകയാണ് ആ വിഗ്രഹത്തിലേക്ക് നോക്കി, ഉണ്ണി ഉണ്ണി ഉണ്ണി. ആ പൂന്താനം എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഉണ്ണിയായിട്ടുള്ള കൃഷ്ണനായിട്ട് മാറ്റുന്നത്. നോക്കൂ, നമ്മൾ എന്ത് ഫീഡ്ബാക്ക് അങ്ങോട്ട് കൊടുക്കുന്നു അതാണ് ഭഗവാന് കിട്ടുക. നമ്മൾ വിചാരിക്കരുത് ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമുക്കാണ് അനുഗ്രഹം കിട്ടുന്നത് എന്നുള്ളത്. നമ്മളിൽ നിന്നുള്ള ഒരു ചൈതന്യം ഭഗവാനും കിട്ടുന്നുണ്ട്.